Hi friends, welcome to Maths Cube. നമ്മൾ ഇന്ന് SSLC വിദ്യാർത്ഥികൾക്കുള്ള സർക്കിൾസ് എന്നുള്ള ചാപ്റ്റർ അതിന്റെ ഒരു റിവിഷൻ ആണ് നടത്താൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് ജിയോമെട്രി ചിലർക്കെങ്കിലും പ്രയാസമാകുന്നത് നമുക്ക് നോക്കാം. യഥാർത്ഥത്തിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു വിഷയമാണ് ജിയോമെട്രി അല്ലെങ്കിൽ ജ്യാമിതി. പക്ഷേ പല കുട്ടികൾക്കും അത് പ്രയാസമാകുന്നു. കാരണം ജിയോമെട്രിയിൽ അടിസ്ഥാനപരമായിട്ടുള്ള കുറേ കൺസെപ്റ്റുകളുണ്ട്. ആ കൺസെപ്റ്റുകൾ കൃത്യമായി പഠിച്ചിട്ടില്ലെങ്കിൽ തുടർന്ന് വരുന്ന തിയറങ്ങളൊന്നും മനസ്സിലാവില്ല, സിദ്ധാന്തങ്ങൾ മനസ്സിലാവാതെ വരും. അപ്പം നമ്മളിവിടെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മുടെ പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളൊന്ന് ഓർമ്മ പുതുക്കാം. സർക്കിൾ എന്ന് പറയുന്നത് ബിന്ദുക്കളുടെ ഒരു കൂട്ടമാണ്. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് പോയിന്റ്സ്. എല്ലാ ബിന്ദുക്കളുടെ കൂട്ടവും സർക്കിൾ അല്ല. ഒരു പ്രത്യേകതയുണ്ട്, ദേ ആർ ഈക്വിഡിസ്റ്റന്റ് ഫ്രം ദ സെന്റർ. അതായത് സെന്ററിൽ നിന്ന്, സെന്റർ എന്ന് പറയുന്നത് സി ആണ്, അവിടെ നിന്ന് ഒരേ അകലത്തിലുള്ള ബിന്ദുക്കളുടെ കൂട്ടമാണ് സർക്കിൾ, വൃത്തം. അപ്പോൾ വൃത്തം എന്ന് പറയുന്നത് ബിന്ദുക്കളുടെ ഒരു കൂട്ടമാണ്, കേന്ദ്രത്തിൽ നിന്ന് തുല്യ അകലത്തിലാണ്. ഇനി അടുത്തത് റേഡിയസ് എന്താണ്? നമുക്ക് അറിയാവുന്നതാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി പോയിന്റ്. ഇതിന്റെ പോയിന്റ് എ. അപ്പോൾ എയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി വാട്ട് ഈസ് ഡയമീറ്റർ? ഇപ്പൊ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഡബിൾ ഓഫ് ദ റേഡിയസ്. റേഡിയസിന്റെ അല്ലെങ്കിൽ ആരത്തിന്റെ ഇരട്ടിയാണ് ഡയമീറ്റർ. വ്യാസം എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറ്. അപ്പോൾ നമ്മൾ പഠിച്ചതാണ്. അടുത്തതായിട്ട് ഞാൻ കോഡ്. കോഡ് എന്താണ്? നമ്മൾ 2 പോയിന്റുകൾ ഇവിടെ മാർക്ക് ചെയ്തിരുന്നു, ഒന്ന് സിയും ഒന്ന് ഡിയും. ഈ 2 പോയിന്റുകളെയും യോജിപ്പിച്ചുകൊണ്ട് നമ്മളൊരു വര വരച്ചാൽ ദിസ് ഈസ് കോൾഡ് കോഡ്. ഞാനാണ്. അതായത് ഇറ്റ്സ് എ ലൈൻ ജോയിനിങ് എനി 2 പോയിന്റ്സ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എ ബി ഞാനല്ലേ? ഞാനാണ്. സി ഡി ഞാനാണ്. ഇനി നമ്മൾ ഇവിടെ വേറൊരു പോയിന്റ് വരച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വരച്ചാൽ അതും ഞാനാണ്. സി എഫ് ഇറ്റ്സ് ആൾസോ എ കോഡ്. കോഡാണ് അല്ലെങ്കിൽ ഒരു ഞാനാണ്. അപ്പൊ ഞാൻ എന്ന് പറയുമ്പോൾ വൃത്തത്തിലുള്ള ഏതെങ്കിലും 2 ബിന്ദുക്കളെ യോജിപ്പിച്ച് ഒരു വര വരച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ആണ്, കോഡ്. വൃത്തത്തിന്റെ ചാപം എന്താണെന്ന് നമുക്ക് നോക്കാം. ചാപത്തിന്റെ ഇംഗ്ലീഷ് വാക്ക് ആർക്ക് എന്നാണ്. ഇതാണ് നമ്മുടെ വൃത്തം. വൃത്തത്തിന്റെ കേന്ദ്രമാണ് സി. വൃത്തത്തിൽ 2 ബിന്ദുക്കളുണ്ട്, എയും ബിയും. ഈ 2 ബിന്ദുക്കളിലും നമ്മൾ വൃത്തത്തെ മുറിച്ചെടുത്താൽ നമുക്ക് കിട്ടുന്ന കർവ്ഡ് പാർട്ട്, അതായത് ഈ വളഞ്ഞ ഭാഗത്തിനെയാണ് നമ്മൾ ചാപം എന്ന് പറയുന്നത്. അപ്പോൾ ആർക്ക് എന്താന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ സർക്കിൾ, ഇറ്റ്സ് എ കർവ്ഡ് പാർട്ട് ഓഫ് ദ സർക്കിൾ വിച്ച് ഈസ് കട്ട് അറ്റ് 2 പോയിന്റ്സ്. 2 പോയിന്റിൽ മുറിച്ചെടുത്ത വളഞ്ഞ ഭാഗത്തിനെയാണ് നമ്മൾ ആർക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് സെക്ടറാണ്. സെക്ടർ കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഈ ആർക്കിന്റെ 2 അറ്റങ്ങളെയും, അതായത് ഈ ചാപത്തിന്റെ 2 അറ്റങ്ങളെയും നമ്മൾ കേന്ദ്രവുമായിട്ട് യോജിപ്പിക്കുന്നു. ഈ കിട്ടുന്ന ഭാഗത്തിനെയാണ് നമ്മൾ സെക്ടർ എന്ന് പറയുന്നത്. ഇതാണ് സെക്ടർ. അപ്പൊ 2 ആരങ്ങൾ, ഇതും ആരമാണ്, ഇതും ആരമാണ്. ഇനി ഇവിടെ ഒരു കോൺ ഉണ്ടാവുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ കേന്ദ്ര കോൺ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടില്ല, കേന്ദ്ര കോൺ, സെൻട്രൽ ആംഗിൾ. ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പൊ സെൻട്രൽ ആംഗിൾ എന്താന്ന് നമ്മൾ പറഞ്ഞു. എൻഡ് പോയിന്റ്സ് ഓഫ് ആൻ ആർക്ക് ഈസ് ജോയിൻഡ് ടു ദി സെന്റർ ഓഫ് ദ സർക്കിൾ, ദെൻ വി വിൽ ഗെറ്റ് ആൻ ആംഗിൾ. ദാറ്റ് ആംഗിൾ ഈസ് കോൾഡ് കേന്ദ്രകോൺ. അതായത് ചാപത്തിന്റെ 2 അഗ്രങ്ങൾ കേന്ദ്രവുമായിട്ട് യോജിപ്പിച്ചാൽ നമുക്കൊരു കോൺ അവിടെ കിട്ടുന്നു. ആ കോണിനെയാണ് നമ്മൾ കേന്ദ്രകോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ 9ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിച്ച കാര്യങ്ങളായിരുന്നു. ഇനിയാണ് നമ്മൾ 10ാം ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ പോയിന്റിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക, എന്നിട്ട് നന്നായിട്ട് പഠിച്ചു വെക്കുക. അത് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കണക്കുകൾ ചെയ്യാം. അതായത് ഒരു വൃത്തം ഉണ്ട്. ആ വൃത്തത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് O ആണ്. മറ്റൊന്ന് അതിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം AB ആണ്. ഇനി എയിൽ നിന്ന് നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു AC, ബിയിൽ നിന്ന് മറ്റൊരു ലൈൻ വരയ്ക്കുന്നു BC,
ഇവ രണ്ടും കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് സി. സിയുടെ പ്രത്യേകത, സി എന്ന് പറയുന്നത് വൃത്തത്തിൽ തന്നെയാണ്. വൃത്തത്തിന് പുറത്തല്ല കൂട്ടിമുട്ടുന്നത്, വൃത്തത്തിന്റെ ഉള്ളിലുമല്ല, വൃത്തത്തിൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കോൺ എത്ര എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് സി എന്ന് പറയുന്ന കോൺ എത്ര, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു, വൃത്തത്തിന്റെ വ്യാസമാണ് എ ബി. എയിലും ബിയിൽ നിന്നും നമ്മളൊരു ത്രികോണം വരക്കുന്നു. ആ ത്രികോണം കൂട്ടിമുട്ടുന്നത് വൃത്തത്തിലാണ്. ഈ സിയുടെ കോൺ എത്ര? ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സിയും ഓയും തമ്മിൽ യോജിപ്പിക്കുകയാണ്. സിയും ഓയും തമ്മിൽ യോജിപ്പിച്ചു. ഓക്കെ, നമ്മൾ ഇതിനെ എക്സ് എന്ന് കൊടുക്കുന്നു. ബി എന്ന് പറയുന്ന കോണിന് നമുക്കറിയില്ല ഇത് എത്രയാണെന്നുള്ളത്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എക്സ് എന്ന് കൊടുത്തു. അപ്പൊ നമ്മൾ ഇതിന്ന് എഴുതുകയാണ്, ആംഗിൾ ബി സമം എക്സ്. ഇനി നമുക്കറിയാം ഈ കോൺ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ മാത്രം നോക്കുക, ഒ ബി സി. ത്രികോണം ഒ ബി സി പരിഗണിച്ചാൽ, കൺസിഡർ ഒ ബി സി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ എക്സ് ഡിഗ്രിയുള്ള മറ്റൊരു ആംഗിൾ ഇതിലുണ്ട്. ഈ എക്സ് ഡിഗ്രിയുള്ള മറ്റൊരു ആംഗിൾ ഈ ട്രയാങ്കിളിലുണ്ട്. ഏതാണ്? അപ്പോൾ ഈ സൈഡും ഈ സൈഡും തുല്യമാണ്, ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എക്സ് ആണെങ്കിൽ ഈ ആംഗിളും എക്സ് ആയിരിക്കും. ദിസ് ഈസ് ഓൾസോ എക്സ്. എന്തുകൊണ്ടാണ് അങ്ങനെ എക്സ് വരാൻ കാരണം? കാരണം ഈ ട്രയാങ്കിളിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഐസോസ്ലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം. സമപാർശ്വ ത്രികോണത്തിന് പ്രത്യേകതയുണ്ട്. ഈ കോൺ എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആയിരിക്കും, കാരണം ഇത് രണ്ടും തുല്യമാണെങ്കിൽ. അപ്പം അതേപോലെ ഇത് ആരമാണ്, ഇവിടെയും ആരമാണ്. അപ്പം ഇത് രണ്ടും ആരമാണെങ്കിൽ അതിനെതിരെയുള്ള കോണുകളും തുല്യം. അപ്പം ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ്. അപ്പം നമുക്ക് എഴുതാം, ആംഗിൾ ഒ സി ബി ഈക്വൽ ടു എക്സ് ഡിഗ്രി. ഇത് എക്സ് ഡിഗ്രി കിട്ടി. ഇനി നമ്മളിവിടെ വൈ ഡിഗ്രി എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കോൺ വൈ ഡിഗ്രി ആയിരിക്കും, കാരണം ഇതേ പറഞ്ഞ നിയമം, കാരണം ഇതും ആരമാണ്, ഇതും ആരമാണ്. അപ്പം ഈ ട്രയാങ്കിളും ഈ ത്രികോണവും സമപാർശ്വ ത്രികോണമാണ്. അപ്പം ഇത് വൈ ഡിഗ്രി ആണെങ്കിൽ ഇതും വൈ ഡിഗ്രി. ഓക്കെ, കോൺ എ ഈക്വൽ ടു വൈ ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഒ സി എ, ആംഗിൾ ഒ സി എ അതും വൈ ഡിഗ്രിയാണ്. അപ്പം ഇത് വൈ ഡിഗ്രി, ഇതും വൈ ഡിഗ്രി, രണ്ടും വൈ ഡിഗ്രിയാണ്. ഇനി നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ മൊത്തം ആംഗിളുകൾ കൂട്ടുകയാണ്. എ കൂട്ടണം, ബി കൂട്ടണം, സിയും കൂട്ടണം. നമുക്കറിയാം ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി, ഏതൊരു ട്രയാങ്കിളിൻ്റെയും ത്രികോണത്തിൻ്റെയും 3 കോണുകൾ കൂട്ടിയാൽ നമുക്ക് എന്താണ് കിട്ടുക? 180. അപ്പം അത് 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ എക്ക് പകരം നമുക്ക് വൈ എന്ന് കൊടുക്കാം, ബിക്ക് പകരം നമുക്ക് എക്സ് എന്ന് കൊടുക്കാം, സിക്ക് പകരം ഇത് രണ്ടും കൂടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ വൈ പ്ലസ് എക്സ് പ്ലസ് ആദ്യത്തെ എക്ക് പകരം വൈ, ബിക്ക് പകരം എക്സ് പ്ലസ് ഇനി ഇത് രണ്ടും കൂടെ കൊടുക്കണം, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180. ഇനി നമ്മൾ ഇവിടെ നിന്ന് ചെറുതാക്കുന്നു, എക്സും എക്സും 2x പ്ലസ് 2y, അപ്പോൾ 180 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും 2 നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു, 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ, അപ്പോൾ നമുക്ക് 180 കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ എത്ര? 180/2. 180/2 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. അതായത് ആംഗിൾ സി നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്? ആംഗിൾ സി എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇതുപോലൊരു ട്രയാങ്കിൾ വന്നാൽ, ഇതുപോലെ എന്ന് പറഞ്ഞാൽ എയും ബിയും ഒരു വ്യാസത്തിന്റെ ഡയമീറ്ററിന്റെ എൻ പോയിന്റ്സ് ആവുക, എന്നിട്ട് നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുക. ആ ട്രയാങ്കിൾ സർക്കിളിൽ തന്നെ കൂട്ടിമുട്ടുക. ദേ മീറ്റ് അറ്റ് എ പോയിന്റ് ഓൺ ദി സർക്കിൾ. ഇങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇത് ഡയമീറ്റർ ആവണം, എൻ പോയിന്റ്സ് ആവണം, സർക്കിളിലെ പോയിന്റിൽ കൂട്ടിമുട്ടണം. ഇങ്ങനെയാണെങ്കിൽ ദിസ് ആംഗിൾ വിൽ ബി 90 ഡിഗ്രി. ആ കോൺ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ്, നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പോയിന്റ്.
അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യം ഞാനൊന്ന് ചുരുക്കി പറയുകയാണ്. അതായത് ഒരു സർക്കിളിൻ്റെ ഡയമീറ്ററാണ് എ ബി, വ്യാസമാണ് എ ബി. എയിൽ നിന്നും ബിയിൽ നിന്നും നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ അത് കൂട്ടിമുട്ടുന്നത് വൃത്തത്തിലാണെങ്കിൽ ആ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. നേരെ തിരിച്ചും ശരിയാണ്. ഇത് 90 ആണെങ്കിൽ, ഇത് മട്ടകോണാണെങ്കിൽ, if C is a right angle, then the opposite side will be diameter. Okay, AB will be diameter. അപ്പോൾ ഡയമീറ്റർ ആണെങ്കിൽ ഇത് 90 ആണ്, ഇത് 90 ആണെങ്കിൽ ഇത് ഡയമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടെ നമുക്കിന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഡയമീറ്റർ ആണെങ്കിൽ ഈ സർക്കിൾ എന്തായിരിക്കും? ഇപ്പം നമ്മൾ ഡയമീറ്ററിൻ്റെ താഴെയുള്ള ഭാഗം മായ്ച്ചു കളഞ്ഞു. ഈ സർക്കിൾ എന്തായിരിക്കും? ദിസ് ഈസ് എ സെമി സർക്കിൾ അല്ലെങ്കിൽ അർദ്ധവൃത്തമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി, ഇസ് എ റൈറ്റ് ആംഗിൾ. അതായത് ഒരു അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഞാൻ കൃത്യമായി താഴെ കൊടുക്കുന്നുണ്ട്. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണ്, 90 ഡിഗ്രിയാണ്. അത് ഡയമീറ്റർ ആണ്. ഡയമീറ്ററിന് താഴെയുള്ള ഭാഗം നമ്മൾ മായ്ച്ചു കളഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളത് ഹാഫ് സർക്കിളാണ്, സർക്കിളിന്റെ പകുതി, സെമി സർക്കിൾ അല്ലെങ്കിൽ അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇന്ന് ആദ്യത്തെ ദിവസമായതുകൊണ്ടാണ് വളരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ദിവസം നമ്മൾ കൂടുതൽ പ്രോബ്ലങ്ങൾ ചെയ്യുന്നതായി.